ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വാലന്റൈൻസ് ഡേയുടെ ഫുൾ ഡേ ക്രാഫ്റ്റ് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളുടെ അല്ലാത്ത പർപ്പസിനും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യുന്ന നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും റഫ് പേപ്പർ മതി കേട്ടോ, ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഏകദേശം എത്ര സൈസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ വരച്ചിട്ട് വെട്ടാം കേട്ടോ. അതിനുശേഷം ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പിലിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. വീണ്ടും ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് പീസ് നമുക്ക് കിട്ടും, ഒന്ന് ഹോളുള്ളതും ഒന്ന് ഇതില്ലാത്തതും കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കാർഡ് ബോർഡിൽ കട്ട് ചെയ്തെടുക്കുക. കാർഡ് ബോർഡോ ബിസ്ക്കറ്റിൻ്റെ ബോക്സോ അതല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലേക്സിൻ്റെ ബോക്സ് അതൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് യൂസ് ചെയ്തത്, മറ്റേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വേറെ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് എഗ് ഷെല്ലാണ്. നമ്മുടെ എഗ്ഗിൻ്റെ ഷെല്ലുണ്ടല്ലോ, അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്തിട്ട ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത പീസ് നിങ്ങൾ കളയരുത്, അടുത്തൊരു ക്രാഫ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഹാർട്ടിൻ്റെയൊക്കെ സൈസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും കുറച്ച് നല്ല കട്ടിയിൽ തന്നെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കട്ടിയിൽ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് നമ്മളുടെ എഗ് ഷെൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല തിക്കിൽ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മുടെ എഗ് ഷെല്ല് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലൂ ആയിട്ട് പെട്ടെന്ന് അതൊന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ അത് പൊന്തി നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചോദിച്ചാൽ ഇതിനൊന്ന് പൊന്തിച്ചിട്ട് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള അതൊക്കെ ഒന്ന് തട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം, അതല്ലെങ്കിൽ ഒരു കോട്ടും കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ കോട്ടൊന്ന് ഉണങ്ങിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ എഗ് ഷെല്ല് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിക്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതെടുത്ത് പൊക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എക്സസ് ഒക്കെ നേരത്തെ കാണിച്ച പോലെ തട്ടിക്കളയാം. അപ്പോൾ നമ്മളുടെ ഹാർട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡ് അക്രിലിക് കളേഴ്സ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ പെയിൻറ് ചെയ്യുകയല്ല കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു വൈറ്റിൻ്റെ ഉള്ളിക്കൂടെ റെഡ് കാണുന്ന വിധത്തിലുള്ള ആ ഒരു കളറാണ് നമ്മളിത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ എക്സൽ പൊടിച്ചപ്പോൾ തന്നെ കളർ ചെയ്തതിന് ശേഷം ഇതിന് മുകളിലോട്ട് ഇടാം. അല്ലെങ്കിൽ ഡബിൾ കളർ വേണമെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് എവിടേക്കാണ് റെഡ് വേണ്ടത് അവിടേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തേക്കാണ് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ഇന്നറിൽ വരുന്ന പോർഷനിൽ അത്രയും പോലെ ഫോട്ടോ ബാക്കി നമ്മൾ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ ഉള്ളിൽ ഗ്ലൂ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തുകൊണ്ടാണ് കാർഡ്ബോർഡിൽ ഒട്ടിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഫ്രെയിമും ഒട്ടിക്കാം. എന്നിട്ട് നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രെയിം ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ താഴെ വെച്ച കാർഡ്ബോർഡ് പീസിൻ്റെ കുറച്ച് എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അത് നമ്മൾ ലെവൽ ചെയ്ത് നമ്മുടെ ഫ്രെയിമിൻ്റെ പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇവിടെയും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം. കണ്ടോ? ഇതൊരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഒരു നീളത്തിലൊരു പീസ് എടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി പിടിച്ച് ഇങ്ങനെ ഒട്ടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുക. കണ്ടോ? ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഈ ഫോട്ടോനെ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് വെച്ചിട്ട്
നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ സ്ലാൻഡിങ് ആയി വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഉണങ്ങിയ ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഫ്രെയിമുമ്മേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും വരും വരേക്കും ബൈ ബൈ.